ഹായ് കൂട്ടുകാരെ, നമുക്കൊന്ന് ബയാ ഹമാരി ചിടിയ റാണിയുടെ ആക്ടിവിറ്റീസ് ബാക്കി ചെയ്യാം. ആദ്യ ഭാഗത്ത് കുറച്ച് ചെയ്തു, ഇനി അടുത്തതാണ്. देखिए, संकेत पढ़े और जीवों को जीने दो विषय पर टिप्पणी लिखिए. ഒരു കുറിപ്പ് എഴുതാനാണ്. സങ്കേത് പഠേ, സങ്കേതം എന്ന് പറഞ്ഞാൽ ഹിൻസ്, സൂചനകൾ തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് ജീവോങ്കോ ജീനേതോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ. ജീവോങ്കോ ജീനേതോ, ജീവികളെ ജീവിക്കാൻ അനുവദിക്കൂ. വിഷയപ്പർ ടിപ്പണി ലിഖേ, ആ വിഷയത്തിൽ ഒരു ടിപ്പണി എഴുതാനാണ്. ചാരാ തല അതിൻ്റെ ഹിൻസ് കൊടുത്തിരിക്കുകയാണ്. ചാരാ തലാശ് के लिए प्राणियों का अपना तौर तरीका है. അതായത് ഭക്ഷണം ശേഖരിക്കുന്നതിന് പ്രാണികൾക്ക്, ജീവികൾക്ക് അവരുടേതായ രീതികളുണ്ടെന്ന്. ഓരോ ജീവികൾക്കും ഭക്ഷണ ശേഖരണത്തിൽ ഓരോ രീതികളാണ്. പ്രാണി അപ്പനെ ബച്ചോങ്കി നിഗറാണി ഖൂദ് കർ സക്താ ഹേ, ജീവികൾ അവരുടെ കുട്ടികളെ സംരക്ഷിക്കുന്നത് സ്വയമാണ്. പങ്ക് നികൽനെ പർ ഉടിജാന ചിടിയോങ്കി സഹജ് വൃത്തി ഹേ, അതായത് പങ്ക് എന്ന് പറഞ്ഞാൽ പർ, ചിറക്, ചിറക് മുളച്ചു കഴിഞ്ഞാൽ ഉടിജാന ചിടിയോങ്കി സഹജ് വൃത്തി ഹേ, പറന്നു പോകുന്നത് പക്ഷികളുടെ സഹജമായ ഒരു സ്വഭാവമാണ്. വൃത്തി എന്ന് പറഞ്ഞാൽ സ്വഭാവം, അതായത് സാധാരണയുള്ള ഒരു സ്വഭാവമാണ് പക്ഷികൾക്ക്. ചിറക് മുളച്ചു കഴിഞ്ഞാൽ അത് പറന്നു പോകും. നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുരുവികളുടെ കൂടൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കുരുവി മുട്ടയിട്ട് അത് വിരിഞ്ഞ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിന് ചിറക് വെക്കും. ചിറക് വെച്ച് കഴിഞ്ഞാൽ അത് മെല്ലെ പുറത്തേക്ക് ഇറങ്ങും. തത്തി കളിച്ച് മെല്ലെ ആ ചിറക് വിരിച്ച് കുറച്ച് മേലോട്ട് ചാടി മതിലിൻ്റെ മേലെ എത്തി, പിന്നെ ചെറിയ മരത്തിലായി, പിന്നെ വലിയ മരത്തിൽ, അങ്ങനെ പറന്നു പോകും അല്ലേ. ഇനി നോക്കൂ, ഖത്തരേമേ മദത് കരേം, അപകടത്തിൽ സഹായിക്കണം. സുക്കേമേം പാനി ദേം, വരൾച്ചയിൽ വെള്ളം നൽകണം. ഇതൊക്കെയാണ് ആ ടിപ്പണി എഴുതുമ്പോൾ വേണ്ട സൂചനകൾ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ടിപ്പണി എഴുതാൻ. അപ്പോൾ ടിപ്പണി എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് എഴുതണം അല്ലേ. എന്താണ് ഹെഡിങ് എഴുതുക? ജീവോങ്കോ ജീനേതോ, ജീവികളെ ജീവിക്കുവാൻ അനുവദിക്കൂ. അപ്പോൾ നമുക്ക് ടിപ്പണിയിലേക്ക് കടക്കാം. ടിപ്പണി എഴുതിയാലോ? അപ്പോൾ ആദ്യം ഹെഡിങ് എഴുതുക, ജീവോങ്കോ ജീനേതോ എഴുതി. ഇനി ഹരേ ഭരേ ധർത്തി ഈശ്വർ കാ വരദാൻ ഹേ. ഹരേ ഭരേ എന്ന് പറഞ്ഞ പച്ചപ്പ് നിറഞ്ഞ ഭൂമി ഈശ്വരന്റെ വരദാനമാകുന്നു. ഹരേ ഭരേ ധർത്തി, യഹ് എന്ന് വേണമെങ്കിൽ കൂട്ടാം. യഹ് ഹരേ ഭരേ ധർത്തി ഈശ്വർ കാ വരദാൻ ഹേ. ഹരേ ഭരേ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ ഈ ഭൂമി ഈശ്വരന്റെ വരദാനമാകുന്നു. യഹ് മനുഷ്യക്കെ അലാവ സഭീ ജീവജാലോം കേ കാ ജഗഗ് ഭീ ഹേ. ഇത് മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളുടെയും സ്ഥലമാണ്. ഈ ഭൂമി എന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങളുടെയും സ്ഥലമാണ്. പിന്നെ യഹാം രഹിനേ വാലി ജീവോं का चारा जीने की जगह जीने की तरीका आदि तरग है. ഇവിടെ ജീവിക്കുന്ന യഹാരഹിനേ വാലി, ഇവിടെ താമസിക്കുന്ന ജീവോങ്ക, ജീവികളുടെ, ചാര ഭക്ഷണം, ജീനേക്കി ജഹഗ് താമസിക്കുന്ന സ്ഥലം, ജീനേക്കി തരീക്ക താമസിക്കുന്ന രീതി, ആദി തരഗ് ഹേ മുതലായവ പലതരത്തിലുള്ളവയാണ്. ഭിന്ന ഹേ പലതരമാണ്. ചാര തലാശിനെ കേ ലിയേ പ്രാണിയോങ്ക അപ്പനാ തൗർ തരീക്ക ഹേ. ടെക്സ്റ്റിൽ ആ ഹിൻസ് സങ്കേത് തന്നിട്ടുള്ളത് തന്നെയാണ്. നോക്കൂ, സങ്കേത് കണ്ടോ? ചാര തലാശിനെ കേലിയെ പ്രാണിയോങ്ക അപ്പനാ തൗർ തരീക്ക ഹേ. അതായത് ഭക്ഷണം തേടുന്നത് ഓരോ പ്രാണികൾക്കും ഓരോ രീതിയിലാണ്. ചാര തലാശ് കേലിയെ പ്രാണിയോങ്ക അപ്പനാ തൗർ തരീക്ക ഹേ. ഇനി അടുത്തതാ, ഹർ പ്രാണി അപ്പനെ ബച്ചോങ്കി നിഗരാനി ഖൂദ് കർ സക്താ ഹേ. ഓരോ പ്രാണികളും ഓരോ ജീവികളും തൻ്റെ കുട്ടികളുടെ സംരക്ഷണം സ്വയം ചെയ്യുന്നു. എല്ലാവരും അങ്ങനെയല്ലേ? തൻ്റെ കുട്ടികളുടെ സംരക്ഷണം അവർ സ്വയമാണ് ചെയ്യുന്നത് അല്ലേ. നൻഹേ ബച്ചോങ്കി ചിടിയ ഖാനാ ദേത്തി ഹേ
ചെറിയ കുട്ടികൾക്ക് പക്ഷികള് ഖാനാ ദേത്തി ഹേ, അവരുടെ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് പക്ഷികള് ഭക്ഷണം നൽകുന്നു. പങ്ക് നികൽനെ പർ ഉഡ് ജാന ചിടിയോം കി സഹജ് വൃത്തി ഹേ. പങ്ക്, ഇതൊക്കെ സങ്കേത് കൊടുത്തിട്ടുണ്ട്, അവിടെ ഹിൻസ് കൊടുത്തിരിക്കുന്നത് വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത്. പങ്ക് നികൽനെ പർ, പങ്ക് പറഞ്ഞ ചിറക് മുളച്ചു കഴിഞ്ഞാൽ ഉഡ്ജാന ചിടിയോം കി സഹജ് വൃത്തി ഹേ, പറന്നു പോകുന്നത് പക്ഷികളുടെ സഹജമായ ഒരു സ്വഭാവമാണ്. വൃത്തി, സ്വഭാവം, സഹജമായ, അതായത് സ്വസിദ്ധമായിട്ടുള്ള ഒരു സ്വഭാവമാണ്. അവര് ചിറക് മുളച്ച് കഴിഞ്ഞ് നമ്മൾക്ക് കാണാം, നമ്മുടെ തോട്ടത്തിലൊക്കെ പക്ഷിക്കൂടുണ്ടെങ്കിൽ അങ്ങനെ മെല്ലെ മെല്ലെ പക്ഷിക്കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങി ഒരു 2-3 സ്റ്റെപ്പ് മെല്ലെ മെല്ലെ ചാടി ചാടി നടക്കും. അത് കഴിഞ്ഞിട്ട് ചിറക് വിടർത്തി കുറച്ച് ചാടും, കുറച്ച് പറന്ന് മതിലിൻ്റെ മേലെ ചാടി, പിന്നെ ചെറിയ ചെടികളിൽ ചാടി അത് മരത്തിലേക്ക് ചാടുന്നു. അതോടുകൂടി അത് അവിടുന്ന് ആ കൂട്ടിൽ നിന്നും പറന്നു പോയി കഴിഞ്ഞു. അതാണ് പങ്ക് നികൽനെ പർവ ഉഡിജാന ചിടിയോങ്കി സഹജ് വൃത്തി ഹേ. വേ ഖത്തരേമേം പടയത്തോ, അവര് അപകടത്തിൽ വീഴുകയാണെങ്കിൽ ഹം ഉൻകി മദത് കരേം. ഇതൊക്കെ ഹിൻസിലുള്ളതാണ്. അവര് ആരെങ്കിലും, ഈ പ്രാണികള് അപകടത്തിൽ പെടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹം ഉൻകി മദത് കരേം, നമ്മൾ അവരെ സഹായിക്കണം. മദത്, സഹായം. മദത് എന്ന് പറഞ്ഞാൽ സഹായം ചെയ്യണം. സുഖേമേം ചിടിയോങ്കോ പാനീദേം, വരൾച്ചയിൽ ചിടിയകൾക്ക്, പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം. സുഖേമേം ചിടിയോങ്കോ പാനീദേം. വരൾച്ചയിൽ നമ്മൾ സാധാരണ ഞാനൊക്കെ ചെയ്യാറുണ്ട്, വീട്ടുമുറ്റത്ത് പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കാറുണ്ട്. വേനൽക്കാലത്ത് പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ച് വെക്കും, പക്ഷികൾ വന്ന് കുടിക്കാൻ വേണ്ടി. ഇഷ്ടംപോലെ പക്ഷികൾ വരാറുണ്ട്. അതുപോലെ നമുക്ക് വേനൽക്കാലത്ത് നല്ല വ്യാസമുള്ള പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പക്ഷികൾ വന്ന് കുടിച്ചിട്ട് പോകും. പക്ഷി, പൂച്ച, നായൊക്കെ വന്ന് കുടിച്ചിട്ട് പോകും. അപ്പം നമുക്കൊരു സന്തോഷമാണ് കിട്ടുന്നത്, അവർക്ക് വെള്ളം കൊടുക്കും. അവർ ആകെ ദാഹിച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പം നമ്മൾ അവർ ഒരു ഖത്തരയിൽ വീഴുന്ന സമയത്ത്, അവർക്കൊരു അപകടം ഉണ്ടാകുന്ന സമയത്ത് നമ്മളവരെ സഹായിക്കണം. അതുപോലെ വേനൽക്കാലത്ത് അവർക്ക് വെള്ളം നൽകി സഹായിക്കുകയും വേണം. മനസ്സിലായല്ലോ? ഇത് എങ്ങനെയാണ് എഴുതുന്നത്? വളരെ സിമ്പിൾ സെൻറ്റൻസുകളാണ്. നമ്മൾ സാധാരണ ഒരു പൂച്ചയ്ക്കോ ഒരു നായ്ക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കോ ഒക്കെ വേനൽക്കാലത്ത് എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയാൽ കുറച്ചൊക്കെ നമുക്ക് കിട്ടും, അല്ലേ? അപ്പോൾ ഈ ഭൂമി എല്ലാവരുടെയും ഒരു സ്ഥലമാണ്, ഒരു ബസേരയാണ്. ബസേര എന്ന് പറഞ്ഞാൽ വാസസ്ഥലം, താവളം. എല്ലാ ജീവികളുടെയും ഒരു താവളമാണ് ഭൂമി. മനസ്സിലായല്ലോ? നോക്കൂ, യഹ അന്ധ വ്യക്തി സടക്ക് പാർ കർനെ കി കോശിഷ് കർ രഹാ ഹെ, ലിഖേ ചിത്ര മേം ക്യാ ക്യാ ഹോ രഹാ ഹെ. ഇവിടെ 4 ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്. ഈ ചിത്രത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് പറയേണ്ടുന്നത്. ഒരു അന്ധനായ വ്യക്തി റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ആദ്യത്തെ ചിത്രം. ഒരു അന്ധ വ്യക്തി റോഡ് മുറിച്ച് കിടക്കാൻ നോക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് തന്നെ അവിടെ എടുത്തെഴുതിയാൽ മതി. അന്ധാ വ്യക്തി സടക്ക് പാർ കർണേക്ക് കോശിഷ് കർ രഹാ ഹെ എന്ന് ഇവിടെ എടുത്തെഴുതിയാൽ മതി. അടുത്ത ചിത്രം നോക്കൂ, 2 കുട്ടികൾ അടുത്ത് വന്നിട്ട് സഹായിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്ത് എഴുതും? ദോ ബച്ചേ അന്തേക്ക് സമീപ് അല്ലെ കിനാരെ ആത്തേ ഹേ, അന്തേക്ക് കിനാരെ ആത്തേ ഹേ. 2 കുട്ടികൾ അന്ധന്റെ അടുത്തേക്ക് വരുന്നു. एक अंधा मनुष्य सड़क पार करने की कोशिश कर रहा है. एक लड़का और लड़की उनके पास आते हैं. അല്ലെങ്കിൽ അയാളുടെ അടുത്തേക്ക് വരുന്നത്. ദോ ബച്ചേ ഉൻകെ പാസ് ആത്തേ ഹേ. എഴുതാലോ? ഇനി അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ എന്താന്ന് നോക്കൂ. അവര് സഹായിക്കുകയാണ് അല്ലേ. ബച്ചേ അന്തേക്കോ സടക്ക് പാർ കർണേമേ സഹായി കർത്തേ ഹേ. കുട്ടികൾ അന്ധനെ ആ റോഡ് മുറിച്ച് കടക്കാൻ സഹായിക്കുന്നു. സഹായി കർത്തേ ഹേ. നമ്മൾ വേറൊരു വാക്ക് അതിന് പഠിച്ചിട്ടുണ്ട്, മദത്ത്. സഹായി എന്ന് എഴുതിയാലും ശരിയാവും, മദത്ത് എന്ന് എഴുതിയാലും ശരിയാവും. ബച്ചേ അന്ധേ മനുഷ്യക്കോ അല്ലെങ്കിൽ ഉസ് മനുഷ്യക്കോ സടക്ക് പാർ കർണേമേ സഹായി കർത്തേ ഹേ.
ഈ അടുത്ത ചിത്രം നോക്കൂ. ആ മനുഷ്യൻ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു അല്ലേ? എന്തിനായിരിക്കാം? നന്ദി പറയുകയായിരിക്കാം. നന്ദനെ അപ്പുറത്തെ സൈഡിൽ എത്തിച്ചതിന്. അതിനെന്ത് പറയാം? അന്താ വ്യക്തി ബച്ചോങ്കോ ധന്യവാദ് कहता है അല്ലെങ്കിൽ ബച്ചോം സേ ധന്യവാദ് कहता है. അന്താ വ്യക്തി ബച്ചോങ്കോ ധന്യവാദ് कहता है. ഇത്ര എഴുതി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഒരു ചിത്രകഥയാണ്. നമ്മൾ അതിന് ചിത്രം മാത്രമേ തന്നിട്ടുള്ളൂ. നമ്മൾ കഥ എഴുതുക. 4 സെൻറ്റൻസ് എഴുതിയാൽ മതി. സ്പേസ് കൊടുത്തിട്ടുണ്ട്, അവിടെ എഴുതുക. അപ്പം എന്താ? ആദ്യത്തേത് റോഡ് മുറിച്ച് കടക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ കുട്ടികളെ സഹായിക്കുന്നു. മൂന്നാമത്തെ കുട്ടികൾ ആ മനുഷ്യനെ അപ്പുറത്തെ സൈഡിൽ എത്തിക്കുന്നു. നാലാമത്തത് അതിന് അദ്ദേഹം നന്ദി പറയുന്നു. ഇതാണ് അല്ലേ?